ആട് വളർത്തലിലൂടെ ജീവിതം പച്ചപിടിപ്പിക്കുകയാണ് കാസർഗോഡ് കരിന്തളം വരകിൽ പട്ടികവർഗ കോളനിയിലെ ശാന്തയും കുടുംബവും. 5 വർഷമായി ശാന്തയുടെ കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം ആട് വളർത്തലാണ്. ആട് ഒരു ചെറിയ ജീവിയല്ല. കരിന്തളം വരയിൽ കോളനിയിലെ ശാന്തയ്ക്കും കുടുംബത്തിനും ജീവിതത്തിന്റെ സന്തോഷവും ഐശ്വര്യവുമാണ്. ശാന്തയുടെ ഇരട്ട മക്കളായ ഹരണ്യയും ലാവണ്യയും കാഞ്ഞങ്ങാട് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ഹോസ്റ്റൽ ഫീസ് അടക്കം 5000 രൂപയിലധികം മാസം തോറും സർക്കാരിൽ നിന്ന് പണം പിന്നീട് തിരികെ കിട്ടുമെങ്കിലും ആദ്യം പണമടയ്ക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ പരിഹാരം കണ്ടെത്തിയത് ആട്ടിൻകൂട്ടിൽ നിന്നാണ്. ആട്ടിൻ വളം വിറ്റ് പണം കണ്ടെത്തി. ഇങ്ങനെ കുടുംബത്തിന്റെ അടിയന്തര ആവശ്യത്തിനെല്ലാം സഹായമാവുന്നത് ആട് വളർത്തലാണ്. മാസങ്ങൾക്ക് മുൻപ് 14 ആടുകളെ ഒരുമിച്ച് വിറ്റപ്പോൾ നല്ല വരുമാനം കിട്ടി. കുടുംബശ്രീയിൽ നിന്ന് ലഭിച്ച 30,000 രൂപ ഗ്രാന്റ് ഉപയോഗിച്ച് 2019 ആട് വളർത്തൽ തുടങ്ങിയത്. 3 ആടിൽ തുടങ്ങി ഒരേ സമയം 25 ആടുകൾ വരെയായി ശാന്തയുടെ ആട് ഫാം വളർന്നു. കൂലിപ്പണിക്കാരിയായ ശാന്തയുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത് ആട് വളർത്തലാണ്. ഒരു 5 വർഷത്തോളമായി കുടുംബശ്രീ സഹായത്തോടെ തുടങ്ങി. ഈ ആട് വളർത്തൽ കൊണ്ട് എനിക്ക് വരുമാനം ഉണ്ട്. നല്ല വരുമാനം തന്നെ കിട്ടിയിട്ടില്ലത്. പിന്നെ മക്കളിപ്പോൾ നഴ്സിംഗ് 2 പേരെ നഴ്സിംഗ് പഠിപ്പിക്കണം, നല്ല പൈസ ചിലവുണ്ട്. അപ്പോൾ ഇങ്ങനെ ആടില്ലതുകൊണ്ട് അതിനെല്ലാം കൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതും. പിന്നെ വേറെ വരുമാനമൊന്നുമില്ല, നമുക്ക് കൂലിപ്പണിയെടുത്തിട്ട് കഴിയുന്നതാണ്. ആറളം ചെമ്മത്തോട് റോഡരികിലുള്ള വരയിൽ കോളനിയിലെ 30 മലവേട്ടുവ കുടുംബങ്ങൾക്ക് ദൈനംദിന ജീവിതോപാധി കണ്ടെത്തുന്നതിനായി വലിയ ഇടപെടലാണ് കുടുംബശ്രീ നടത്തിയത്. സൂക്ഷ്മ സംരംഭങ്ങളിലൂടെ പിന്നോക്ക കുടുംബങ്ങളിലെ ജീവിതത്തിൽ സന്തോഷം നിറയുകയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.